ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ്. കങ്കുവ സിനിമ മൊത്തം എന്താ പറയുക, നെഗറ്റീവാണ്. പോസിറ്റീവായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും പോസിറ്റീവായിട്ട് അതിൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കങ്കുവ സിനിമ ഡയറക്ടഡ് ബൈ ശിവ എടുത്ത സിനിമ കുറച്ച് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അടുത്തതിൽ എന്താണ് പുള്ളി ചെയ്യാൻ പോണത്? കങ്കോ സിനിമക്ക് അങ്ങനെ പറ്റിയത്, ബ്രഹ്മാണ്ഡ പടം പിടിച്ചു. ഇപ്പം ശിവയുടെ കരിയറിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട പടം സിരുത്തൈ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, കാർത്തിക് അഭിനയിച്ച സിരുത്തൈ. അതിനുശേഷം പിന്നെ ശിവയുടെ സിനിമ, സിരുത്തയ്ക്ക് ശേഷം നല്ലൊരു സിനിമ ഇല്ല പുള്ളിയുടെ. പിന്നെ ഈ പറഞ്ഞ വേതാളമൊക്കെ ശിവ പിടിച്ചത്, അതൊന്നും വലിയൊരു കാര്യമില്ല. ലോജിക്ക്, അതായത് ഇച്ചിരിയെങ്കിലും ലോജിക്ക് കൊടുക്കണം സിനിമക്ക്. ലോജിക്ക് ഇല്ലാത്ത സിനിമയാണ് ശിവ ചെയ്യുന്ന സിനിമ. അതായത് അടിക്ക് നോ കോംപ്രമൈസ്, അതാണ് ശിവ ഡയറക്ടറിൻ്റെ ഒരു പോളിസി. കങ്കോ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നി, ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ തോന്നി പടം ഹിറ്റാവൂലേ. കാരണം അറിയാൻ പറ്റും നമുക്ക്, ശിവ എന്നൊരു ഡയറക്ടർ വലിയ ബ്രഹ്മാണ്ഡം. കാരണം ഇവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സൂര്യയും ഡയറക്ടറും ഒരുപാട് തള്ളി. വെളുപ്പിന് 4 മണിക്ക് ഷോ കാണാൻ പോയവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മാരകമായ ഒരു അവസ്ഥ തന്നെയാണ്. വിജയ് ഫാൻസ് ഇതിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ദുരന്തമായി പോയാലും ഫാൻസുകാർ അടുത്ത പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതും അങ്ങനെ വെയിറ്റ് ചെയ്യുക. പക്ഷെ വെയിറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. സൂര്യയുടെ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ ആകെ ഈ റോളക്സ് എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും സൂര്യയുടെ മുഴുവൻ നീളമായിട്ട് പടങ്ങൾ. സൂര്യ അഭിനയിച്ച എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സിനിമ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗം 2 ആട്ടെന്ന് തോന്നുന്നു. സിംഗം 2 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അത് നല്ല അത്യാവശ്യം ഹിറ്റായി. പിന്നെ സിംഗം 3 കാണാൻ താല്പര്യമില്ല, ഞാൻ പോയില്ല. പിന്നെ പടങ്ങളൊക്കെ ഫുള്ളും ഗമഗമയായിരുന്നു. പിന്നെ മൊത്തം സൂര്യ മാലപ്പടക്ക് പോലും പടം പൊട്ടി പോയി. എന്തുകൊണ്ട് ഈ ശിവ ഡയറക്ടർ രജനീകാന്തിനെ വെച്ച് ഈ കഴിഞ്ഞ സിനിമ അണ്ണാത്തെ എന്നൊരു പടം അത് പൊട്ടിയപ്പോൾ എന്തുകൊണ്ട് ഈ പടത്തിന് ഡേറ്റ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ സൂര്യ വിചാരിച്ചേക്കണത്, അതായത് പുള്ളിക്കാരന് പേടിയുണ്ടെന്ന് തോന്നുന്നു. അതായത് OTTയിൽ ഇറക്കിയ എല്ലാ പടങ്ങളൊക്കെ വമ്പൻ ഹിറ്റാണ്. സുറൈ പോട്ടർ, ജയ്ഭീം, ഈ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ട് സൂര്യ അതായത് കുറച്ച് നാൾ മുമ്പ് സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കര മോശമായിരുന്നു. അതിനുശേഷം ഈ ജയ്ഭീമും സുറൈ പോട്ടർ OTT റിലീസ് ചെയ്ത് അതിന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സൂര്യ അത് തിരിച്ചു വന്നു. അതായത് സ്ക്രിപ്റ്റിൻ്റെ രീതിയിൽ തിരിച്ചു വന്നു. എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ കങ്കുവ സിനിമ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് സൂര്യ ചെയ്തത്, അല്ലെ അതല്ലാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണോ ഈ ഡേറ്റ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും മൊത്തത്തിൽ പടം ഗമ ആയിട്ടുണ്ട് പടം. എന്തായാലും അടുത്ത പടം ഇച്ചിരി ആശ്വാസം ഉണ്ടാവും. സൂര്യയുടെ അടുത്ത പടം കാർത്തിക് സുബരാജാണ്. അപ്പം അത് ഹിറ്റാവുന്ന ചെറിയൊരു പ്രതീക്ഷയുണ്ട്.